ഹാപ്പി ദീപാവലി. എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കത്തിച്ചിട്ടില്ല, പടക്കം പൊട്ടിച്ചിട്ടില്ല. ഒരു 3-4 വർഷമായി കേട്ടോ ഞാൻ ദീപാവലി ആഘോഷിച്ചിട്ട്. കാര്യം അമ്മ മരിച്ചപ്പോൾ ഞാൻ അങ്ങനെ ദീപാവലി ആഘോഷിച്ചിട്ടില്ല ഇതുവരെ. ആഘോഷിക്കാനുള്ളൊരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാൻ കാര്യം. അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. അപ്പോൾ ഇനി ഉണ്ടാവുമോ എന്നറിയില്ല. ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഒത്തിരിയൊക്കെ കത്തിക്കാം, പടക്കം പൊട്ടിക്കാം. അപ്പോൾ എന്താണ് ഞാൻ പറയാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മ പറയുമായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ ഒരു കൂട്ടുകാരി വന്നാലും ഒരു കൂട്ടുകാരൻ വന്നാലും ഇവൻ ആര് വന്നാലും നമ്മളൊരു ഇത്ര സ്പേസ് എപ്പോഴും ഇട്ടേക്കണം. അവരുമായിട്ട് അത്രയ്ക്കൊരു അടുപ്പം വെക്കരുത്, എപ്പോഴും ഒരു സ്പേസ് ഇട്ടേക്കണം എന്ന് പറയും. കാര്യം അതിന് കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്തെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം അവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളിൽ നിന്നും അവർ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് കിട്ടാതെ വരുമ്പോഴായിരിക്കും അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്ത് കാണിക്കുന്നത്. മാത്രമല്ല അവർ അതുവരെ ഭയങ്കര സേഫ് സോണിലായിരിക്കും നിൽക്കുന്നത് നമ്മുടെ കൂടെ. അപ്പോൾ അവർ ആ യഥാർത്ഥ സ്വഭാവം കാണിക്കുമ്പോൾ നമ്മൾ നല്ല അടുപ്പത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവരുടെ ആ ക്യാരക്ടർ കാണിക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല, ഭയങ്കര സങ്കടമായിരിക്കും, വിഷമമായിരിക്കും. പക്ഷേ ആ ഒരു സ്പേസ് ഇട്ട് പോകുകയാണെങ്കിൽ അവർ ചിലപ്പോൾ അവരുടെ ആ സ്വഭാവം പലവട്ടം നമ്മുടെ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ടാവാം. അത് നമ്മൾ തിരിച്ചറിയും. അപ്പോൾ നമുക്കത് ഒരു വലിയ നാളെ കാര്യം വലിയ ഫീലിങ്സിലേക്ക് പോവില്ല. പക്ഷേ യഥാർത്ഥ ഇത് കാണിച്ച് കഴിയുമ്പോൾ സഹിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും അപ്പുറം പണത്തിന് വാല്യൂ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ എത്ര ഫ്രണ്ട്സ് ഉണ്ടോ അതിലൊക്കെ 1-2 പേരെങ്കിലും അത് ഉണ്ടാവും. 1-2 ഓൾമോസ്റ്റ് ആൾക്കാരും അത് തന്നെയാണ്. പണത്തിനാണ് ഏറ്റവും കൂടുതൽ മൂല്യം. ശരിയാണ്, പണത്തിന് മേലെ പരുന്തും പറക്കില്ല, എന്തിനും പണം വേണം, അത് നേരെ തന്നെയാണ്. പക്ഷേ എന്നാൽ ചില ആൾക്കാരുണ്ട് പണത്തിനേക്കാൾ കൂടുതൽ സ്നേഹത്തിനും ആത്മാർത്ഥതയും. അപ്പോൾ ആ ഒരു കാറ്റഗറി പെടുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പൈസ എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. കാര്യം ഞാൻ ആരോടും സ്നേഹവും ആത്മാർത്ഥതയാണ് കൂടുതൽ കാണിക്കുന്നത്. അങ്ങനെയുള്ള ഗതി പിടിച്ചിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. സാരമില്ല, ഭൂമിയിൽ ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഗതി പിടിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് പോകാൻ പറ്റും, അത്രയും മതി. കാര്യം നമുക്ക് ദൈവം അസുഖം ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നാലും ആവശ്യങ്ങൾക്ക് പണം വേണം, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എല്ലാവരുടെ ലൈഫിൻ്റെ കാര്യമാണ്. ഇതുപോലെ തന്നെ ആര് നമ്മുടെ അടുത്ത് നിന്നാലും അവരുടെ സ്വഭാവം നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അത് അറിയുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അത്ര വലിയൊരു തീരാ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവാം. ശരി, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവരും നമ്മൾ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. പക്ഷേ എന്നാലും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ നമ്മളെ തിരിഞ്ഞു നോക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും, അല്ലേ? അങ്ങനെ പോലും ഇല്ലാത്ത ചില ആൾക്കാരുണ്ട്, കഠിന ഹൃദയം എന്ന് പറയാം, അല്ലേ? പക്ഷേ അവർ ചിന്തിക്കുന്ന നേരെ മറിച്ചായിരിക്കും. എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ എന്തോ വലുതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഭാവത്തിലായിരിക്കും അവർ പക്ഷേ അവർ നിൽക്കുന്നത്. നമുക്കറിയില്ല, നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ അവരോട് എന്ത് കാണിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതുപോലെ അനുഭവമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇനിയും മനുഷ്യഗണങ്ങൾ എപ്പോഴും അങ്ങനെയാണ്, ഇങ്ങനെ ഒരു കാറ്റഗറിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, ഒരു കാര്യത്തിനെടുത്ത് ചാടുമ്പോഴോ കൂടെ നിൽക്കുമ്പോഴോ ഒരു ഗ്യാപ്പ് ഇടണം, ഇട്ട് തന്നെ പോകാവുള്ളൂ. അതങ്ങനെ പാടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ശരി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ശരി, ഒരു ദീപാവലിയായിട്ട് ഞാൻ ഒരു നല്ല കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നുള്ള. നമ്മുടെ ചുറ്റിനും നിൽക്കുന്ന നമ്മുടെ അമ്മ, സഹോദരൻ ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നമുക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ തന്നുവന്നിരിക്കും, ഉണ്ടാക്കിയെന്നിരിക്കും. അപ്പോൾ പറയാൻ പറ്റില്ല, മനുഷ്യരാണ്. ഒന്നിനേക്കാൾ നല്ലപോലെ നിറം മാറും, നല്ലപോലെ മാറാൻ കഴിയും. അതങ്ങനെയാണ്. നേരത്തെ പോലെ അല്ല, സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും തീരെ വാല്യൂ ഇല്ല, ഒട്ടും ഒരു 0 പോലും വാല്യൂ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ശരി, ഹാപ്പി ദീപാവലി ഒന്നും കൂടെ.